ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ തൊലിയൊക്കെ കറുത്ത ഏത്തപ്പഴം നമുക്ക് ഇങ്ങനെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. ഞാൻ 2 ഏത്തപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ മധുരത്തിന് 2 ടീസ്പൂൺ ശർക്കരപ്പൊടിയും 2 ഏലക്കയുടെ കുരുവും 1 മുട്ടയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ തൊലി കറുത്ത ഏത്തപ്പഴമൊക്കെ ഏറ്റവും ഗുണമുള്ളതാണ്. അപ്പോൾ ഒന്നും കളയാതെ ഇതേപോലെ നമുക്ക് നല്ല അടിപൊളി 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കാം. ഇത് മിക്സിയിൽ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദ ആണ്. ഈ മൈദയുടെ അളവ് പ്രത്യേകിച്ചില്ല. ഇതൊന്ന് കുറുകി കിട്ടുന്നിടം വരെ ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് ഇളക്കി കൊടുക്കാം. നല്ലൊരു തിക്നെസ്സിൽ വേണം ഈ മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. ഇത് തയ്യാറാക്കുമ്പോൾ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 പിഞ്ച് ഉപ്പ്, ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ ഇത് കോരി ഒഴിച്ച് ചുട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളെന്നുള്ള ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ സ്പൂണിൽ കുറേശ്ശെ മാവ് കോരി ഒഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് വീർത്ത് കിട്ടും. നല്ല ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ ടേസ്റ്റിലാണ്, നല്ല രുചിയാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എല്ലാ മാവും ഞാൻ ഇതേപോലെ കോരി ഒഴിച്ച് വറുത്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. നമ്മൾക്ക് 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെയും ബൈ ബൈ.